ഞാൻ ഒരു ചിക്കൻ 65 ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതിട്ടു, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ആവശ്യമുള്ള മുളക് പൊടി, കോൺഫ്ലോർ ആവശ്യമുള്ളതിടാമേ. അതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യുമ്പോൾ ഇൻ കേസ് ഇച്ചിരി വെള്ളത്തിൻ്റെ ഇത് കൂടുതലുണ്ടെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ കോൺഫ്ലോറോ നമ്മളുടെ അരിപ്പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ നല്ലതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊരു ഹാഫ് ആൻ അവർ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ പീസ് ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം, ഒന്നിച്ചിടരുത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടായിട്ട് ഇങ്ങനെ ഇരിക്കുമേ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ച് ഇട്ട് കൊടുക്കാമേ. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് മറ്റുള്ള ഓയിൽ ഉപയോഗിക്കാമേ. വെളിച്ചെണ്ണയിൽ എടുക്കുമ്പം അതിനൊരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഓരോന്നായിട്ടും ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആവണം. നമ്മുടെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ പീസസ് വേഗത്തില്ല. ഇതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല ക്ഷമ വേണം, ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏത് സൈഡാണ് ഇനി മൂക്കാനുള്ളത്, ഫ്രൈ ആകാനുള്ളത് എന്നുള്ളത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ പീസസ് ഒരുവിധം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. കോരിയെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പീസസും കൂടി നമ്മൾക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനധികം എണ്ണയൊന്നും വേണ്ട ആവശ്യമില്ലേ, കൂടുതൽ എണ്ണയൊന്നും വേണ്ട. നമ്മളതിലിട്ട് ഫ്രൈ ആയിട്ട് എടുക്കുന്നു. പക്ഷേങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നതും. ഓക്കെ, അപ്പം ഞാൻ ആ എടുത്ത ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ എല്ലാം ഫ്രൈ ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ അതും ഇതുപോലെ കോരിയെടുക്കുകയാണ്. അതിനുശേഷം അതെല്ലാം കോരിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് ആ എണ്ണയിലേക്കിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഫ്രൈ ആക്കണ്ട, ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചിലപ്പോൾ ഈ പച്ചമുളക് പൊട്ടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അടപ്പ് വെച്ച് അടയ്ക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ അപ്പോൾ ഇതും ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇങ്ങനെയൊന്ന് നോക്കണേ. പിന്നെ ഇതിനകത്തിൽ നമ്മൾക്ക് സോയാ സോസും അങ്ങനെയുള്ള സോസുകളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നല്ല, ഞാനത് വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ.